പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആദിയാണ്. ആദിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാവശ്യം സാഹിത്യ അക്കാദമിയുടെ യുവ കവിത പുരസ്കാരം ലഭിച്ചിട്ടുള്ള കവിയാണ്. പെണ്ണപ്പൻ എന്ന കവിത എഴുതിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യുവ കവിയാണ്. നമുക്ക് ആദിയെ ഒന്ന് പരിചയപ്പെടാം ആദ്യം. ആദി നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് സ്നേഹം, സന്തോഷം. കൂടുതൽ ആമുഖം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ പേര് ആദി. ഞാൻ നിലവിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ. അത്യാവശ്യം കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതുന്നുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അംഗീകരിക്കപ്പെടുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട് എന്നത് സന്തോഷം തരുന്ന കാര്യമാണ്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, സാഹിത്യ അക്കാദമി അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാഹിത്യ മേഖലയിലെ ഏറ്റവും വലിയ അവാർഡാണ്. അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാല് അവാർഡ് കിട്ടുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനിങ്ങനെ കോഴിക്കോട് നിന്ന് കാലടിക്ക് പോകുന്ന ബസ് യാത്രയുടെ ഇടയിലാണ് ഈ വിവരം അറിയുന്നത്. സമയം ഭയങ്കര എക്സൈറ്റ്മെന്റ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇറങ്ങി ഓടണോ കൂക്കി വിളിക്കണോ ഒന്നും മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവാർഡ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ പുസ്തകം പെണ്ണപ്പൻ എന്ന് പറയുന്ന കവിതാ സമാഹാരം ഇങ്ങനെ ഒരുപാട് അത് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതിന് പുതിയ പതിപ്പുകൾ ഉണ്ടാവുകയോ ആ മട്ടിൽ അത് വിറ്റഴിക്കപ്പെടുകയോ ഒന്നും ചെയ്തില്ല, പ്രസാധകരുടെ ചില സാങ്കേതിക തകരാറുകളൊക്കെ മൂലം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രസാധകരിൽ നിന്ന് അതിന്റെ പകർപ്പവകാശമൊക്കെ തിരികെ വാങ്ങുന്ന ഒരു ലീഗൽ ഫൈറ്റിനകത്തൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അവാർഡ് വിവരം അറിയുന്നത്. അപ്പം അതുകൂടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു പുസ്തകം അതിൻ്റെ ജീവിതം സ്വയം കണ്ടെത്തുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമുക്കങ്ങനെ സാഹിത്യത്തിന്റെ യാതൊരു പാരമ്പര്യമോ അങ്ങനത്തെ രക്ഷിക്കാൻ വേണ്ടി ആളുകളൊന്നും ചുറ്റും നിൽക്കുന്ന മനുഷ്യരല്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആ പുസ്തകം ജീവിച്ചു, അതിന്റെ വഴി കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിജീവനം എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ അതിന് അത്രത്തോളം മാറ്റുരയ്ക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദിയുടെ ജീവിതം ഒരു അതിജീവനമാണ് എന്ന് പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുമുണ്ട്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരനിലേക്ക്, ഒരു എഴുത്തിന്റെ ഒരു പാരമ്പര്യവും ഇല്ലാത്ത ആദി എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ, യുവ കവി ഇന്ന് സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങി അഭിമാനമായി നിൽക്കുകയാണ്? എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്? ജീവിക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പപ്പണിയല്ല. ദിവസവും നമുക്ക് ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഓരോ നിമിഷവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ള സമയമോ മാനസികാരോഗ്യമോ ഊർജ്ജമോ ഒന്നും നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ്. സാഹിത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. വായിക്കാൻ പുസ്തകങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. പൊതുവെ എല്ലാ വീടുകളിലും, സോക്കോൾഡ് ഹിന്ദു വീടുകളിലൊക്കെ രാമായണം, മഹാഭാരതം അങ്ങനത്തെ ടെക്സ്റ്റുകളെങ്കിലും അവൈലബിൾ ആണ്. പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യം, ലൈബ്രറി ആക്സസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വായനയിലേക്കും എഴുത്തിലേക്കും ഒക്കെ കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ സ്വന്തം വേദനകളെ ഉണക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുത്തിനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ എഴുത്തിനെ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് വലിയ തോതിൽ സ്വീകാര്യത കിട്ടുന്നു, അല്ലെങ്കിൽ അത് ബാക്കി മനുഷ്യർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ ഒന്നും ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നതേ ഇല്ല. കോവിഡിന്റെ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങുന്നത്. ആ സമയത്ത് അതിന് വായനക്കാരുണ്ടാവുകയും ആ രീതിയിൽ എല്ലാവരും പുസ്തകമാക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല. കാരണം നമുക്കറിയാം സാഹിത്യത്തിന്റെ ലോകത്ത് വലിയ വലിയ മനുഷ്യരാണുള്ളത്, വലിയ ദന്തഗോപുരങ്ങളാണ്. പിന്നെ സോക്കോൾഡ് കുറെ തന്തമായ ആൺകൂട്ടങ്ങളുടെ ഒക്കെ ഒരു സ്പേസ് ആയിട്ടാണ് സാഹിത്യം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അളവുകോല് വെച്ച് അളക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല എൻ്റെ കവിതയിലുള്ളത്, അങ്ങനെ ഒരു ഭാഷയല്ല എൻ്റെ കവിതയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതുന്നത് കവിതയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത്. പിന്നെ ഈ ലേബലുകൾ കവിയെന്നോ എഴുത്തുകാരെന്നോ അങ്ങനെ എൻ്റെ ശരീരത്തിന് എങ്ങനെ വിശേഷിപ്പിക്കുന്നുള്ള ഒരു ആശയക്കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരമ്പരാഗതമായിട്ട് മനസ്സിലാക്കി വരുന്ന കവിനെ കുറിച്ച്, ഇപ്പൊ കവി കാൽപ്പനികനാണ്, ഭൂമിയിലെ വേരില്ലാതെ അങ്ങനെ ഭയങ്കര അരാജക ജീവിതം ജീവിക്കുന്ന ആണെന്നൊക്കെയുള്ള പരമ്പരാഗതമായ മനസ്സിലാക്കലുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് എൻ്റെ ശരീരം ഒത്തുപോകുന്നില്ല. ഇപ്പൊ എൻ്റെ പുസ്തകത്തിന്റെ അവതാരികയിൽ തന്നെ വിജയരാജമല്ലിക, മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി എന്നറിയപ്പെടുന്ന മല്ലികയാണ് അവതാരിക എഴുതുന്നത്. അപ്പൊ അതിൽ എഴുതുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സാഹിത്യത്തിൽ ആദ്യത്തെ ഒരു ആളാണ് അങ്ങനെ കടന്നു വരുന്നത്.
അപ്പം സാഹിത്യ ലോകത്തിന് ഇപ്പൊ തന്നെ അവരെ കവി എന്ന് വിളിക്കണോ കവിയത്രി എന്ന് വിളിക്കണോ എന്നുള്ള ഒരു കുഴപ്പവും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ വിവാദം കത്തിത്തീർന്നിട്ടില്ല. അപ്പം അവരെന്നെ വിശേഷിപ്പിക്കുന്നത് എഴുത്താൾ എന്നുള്ള രീതിയിലാണ് അവതാരികയിൽ അവർ സൂചിപ്പിക്കുന്നത്, എഴുതുന്ന ആൾ. കാരണം യാതൊരു ജെൻഡർ സൂചന ഇല്ലാതെ അങ്ങനെയും ശരീരങ്ങൾക്ക് നിൽക്കാൻ പറ്റും, എഴുത്തുകാരെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരിന്നോ എന്നൊക്കെയുള്ള ലേബലുകൾ ഇല്ലാതെ ആ മട്ടിലും ശരീരങ്ങൾക്ക് നിൽക്കാൻ പറ്റും സാഹിത്യത്തിന്റെ ലോകത്ത് എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പൊ അവാർഡിന് ശേഷവും കൂടുതൽ അത് ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. കാരണം ഇപ്പൊ അവാർഡിന് ശേഷവും ഭയങ്കര ഇതിനു മുന്നേ സിലബസിൽ ഉൾപ്പെട്ട കവിത സിലബസിൽ 2 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും സിലബസിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇതൊക്കെ പഠിപ്പിക്കണോ വിദ്യാർത്ഥികൾക്ക്, ഇതൊക്കെ കവിതയാണോ, ഇത് വൃത്തത്തിൽ എഴുതുന്നതാണ് കവിത, ഇതൊക്കെ എന്ത് കവിത എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഏതെങ്കിലും തരത്തില് ഇതൊന്നും പ്രതീക്ഷിച്ച ഒരാളല്ല, ഇതൊന്നും പ്രതീക്ഷിച്ച് എഴുതുകയും ചെയ്ത ഒരാളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കവിത എഴുതുന്ന സമയത്ത് എനിക്ക് 1000 രൂപ കിട്ടും എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, എഴുതുന്ന എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവാർഡ് കിട്ടുന്ന സമയത്ത് ഒരു അധികമായ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയ അപ്പം കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ തുക കുറവാണെങ്കിൽ പോലും അതിന്റെ ഒരു കനം ഉണ്ടല്ലോ, അപ്പം അത് വലുതാണ്, അത് തരുന്നത്. കാരണം ഇത്രയും കാലം ആ മട്ടില് പുരസ്കരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം ഉള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്, വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വന്ന് സ്വന്തമായിട്ട് വലിച്ചിട്ടിരിക്കുന്ന കസേരകളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യവും സന്തോഷവും ഒക്കെ ഉണ്ട്. പിന്നെ അതേസമയം തന്നെ ഇത് എന്റെ വളരെ വ്യക്തിപരമായ വിജയം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നില്ല. കാരണം എനിക്ക് മുന്നേ നടന്ന മനുഷ്യര്, ഇതുപോലെ അംഗീകരിക്കപ്പെടാതെ പോയ മനുഷ്യര്, ഇങ്ങനെ എനിക്ക് കിട്ടിയ സാധ്യതകൾ ലഭിക്കാത്ത, എഡ്യൂക്കേഷൻ കിട്ടാത്ത ആളുകൾ, അങ്ങനത്തെ ഒരുപാട് മനുഷ്യർ എന്റെ പിന്നിലുണ്ട്. അപ്പം ആ രീതിയിൽ അതിന്റെ ഒരു തുടർച്ചയിലാണ് ഞാൻ എന്നെ കാണുന്നത്. ഇപ്പൊ മല്ലികയുടെയോ അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരുപാട് മനുഷ്യരുടെ തുടർച്ചയിലാണ് ഞാൻ എന്നെയും. ആദ്യം അതുപോലെ തന്നെ ഇപ്പം കുട്ടികൾക്ക് പഠിക്കാനുള്ള കോളേജുകളിലുള്ള സിലബസുകളിൽ കവിത ഉൾപ്പെടുത്തിയെന്ന്, അതായത് ഈ അക്കാദമി അവാർഡ് വരുന്നതിന് മുന്നെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പം സത്യം പറഞ്ഞാല് നമ്മളൊക്കെ എഴുതി തുടങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോ എഴുത്തിലേക്ക് വന്നിട്ടുള്ള പുതിയ ആളുകൾക്കൊക്കെ ശരിക്കും അസംഭവ്യം എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രാവശ്യം ഒരുപാട് പുതിയ ആളുകളുടെ കവിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ആദ്യം പറഞ്ഞതുപോലെ വൃത്തവും അലങ്കാരത്തിലും ഒതുങ്ങി നിൽക്കാത്തതും കവിതകളാണ് എന്നും, മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവർ നിരന്തരം സംവദിക്കുന്നത് കവിതയാണെന്നും മനസ്സിലാക്കാനും അത് പഠിപ്പിക്കാനും ഈ സമൂഹവും ഇവിടെയുള്ള സർക്കാരും സൊസൈറ്റിയും സിലബസും ഒക്കെ തയ്യാറാവുന്നു എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നില്ലേ, നമ്മൾ ഓരോ കാലത്തും സാഹിത്യത്തിനെ കുറിച്ചുള്ള ധാരണകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വർഷം മുന്നേ സാഹിത്യത്തിനെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു, ആരാണ് അതിനകത്ത് ഇടപെട്ടിരുന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സാഹിത്യ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. അതിൽ എത്ര അവർണ കവികളുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ത്രീകളുണ്ട് അതിനകത്ത് എന്നൊക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്ലേസ് ആണ് കൊടുത്തതെന്നുള്ളത്. അപ്പം സാഹിത്യത്തിന്റെ ഒരു എന്താ പറയുക, എല്ലാ കാലവും ഒരുപോലെ നിൽക്കുന്ന ഒരു രൂപമൊന്നുമില്ല. ഇപ്പൊ കവിതയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും വൃത്തത്തിൽ എഴുതി നിൽക്കാൻ പറ്റില്ല. വൃത്തം ഏത് ചരിത്ര സന്ദർഭത്തിലാണ് വരുന്നത്, അത് എല്ലാ കാലത്തേക്കുള്ള ഒന്നായിട്ടൊന്നല്ല നിലവിൽ വരികയും ചെയ്യുന്നത്. ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് വളരെ അത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, ചരിത്രപരമായിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ പുതിയ കാലത്ത് കുറെ എഴുത്തുകാർ സിലബസിൽ ഇടം പിടിക്കുന്ന സമയത്ത് കുറെ ആൾക്ക് ഭയങ്കര ഞെട്ടലാണ്. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് കണ്ട ചപ്പു ചവറുകളൊക്കെ നിറച്ച് സിലബസ് ഉണ്ടാക്കുന്നു. അപ്പം ഇത്രയും കാലം അവർ പഠിച്ച സോക്കോൾഡ് നായർ സാഹിത്യം, നമ്പൂതിരി സാഹിത്യം ഒന്നും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അവർ സ്വീകരിക്കുകയും വളരെ കീഴാള സാഹചര്യത്തിൽ നിന്നുള്ള മനുഷ്യർ ഇങ്ങനത്തെ സ്പേസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഞെട്ടലും ആവലാതിയും ഉണ്ടാകുകയും ചെയ്തു. ഇതിപ്പം കുറച്ചു മുന്നേ നളിനി ജമീല ആത്മകഥ എഴുതിയ സമയത്ത് മലയാളത്തിലെ വലിയ സാഹിത്യകാരൻ ഇനി മുതൽ എന്താ പറയാ പിമ്പുകളായിരിക്കും വിപണനം ചെയ്യാൻ, അങ്ങനെ എന്തൊക്കെയോ ഡയലോഗൊക്കെ ഇറക്കിയിരുന്നു. അപ്പം അതേപോലെ ഇപ്പൊ നമ്മുടെ അയ്യങ്കാളി ഒരു ദലിത് പെൺകുട്ടീനെ പിടിച്ച് സ്കൂളിൽ പോകുന്ന സമയത്തേക്ക് പൊതു സ്ഥാപനങ്ങളിലേക്ക്, പൊതുവ്യവഹാരങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് സോക്കോൾഡ് ഇത്തരം പ്രിവിലേജുകളുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഞെട്ടലും ബോധം കെടലും ഒക്കെ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത്രയും കാലം അവര് ഈ സാഹിത്യം മനസ്സിലാക്കി വളരെ വരേണ്യമായിട്ടുള്ള ഈ എന്താ പറയാ സാഹിത്യം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഈ പ്രതിഭയുള്ള, കാവ്യഗുണമുള്ള, എന്താ പറയാ തിന്നാൻ പത്തായത്തിൽ നിറയെ നെല്ലുകളുള്ള,
അല്ലെങ്കിൽ ഈ അധ്വാനിക്കുന്ന ജനങ്ങൾ വയലിൽ പണിയെടുക്കുന്നതിനെ കൊണ്ട് മാത്രം ഒരു ജോലിയും ചെയ്യാതെ, അധ്വാനമേ ചെയ്യാതെ ധ്യാനിച്ചിരുന്ന മനുഷ്യരെ സാഹിത്യം ഇത്രയും കാലം കൊണ്ടാടിയ ആളുകൾക്ക് വളരെ കീഴാളായിട്ടുള്ള അധ്വാനത്തിന്റെ പാരമ്പര്യമുള്ള കറുപ്പിന്റെ കരുത്തുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ കീഴാള സാഹചര്യത്തിൽ നിന്ന് വരുന്ന എഴുത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അറിയുന്ന സമയത്ത് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പൊ പോലും നാടൻ പാട്ടാണെങ്കിലും നമ്മുടെ അറബി മലയാളം കൃതികളൊക്കെയാണ് വളരെ അടുത്ത് മാത്രമാണ് ആ മട്ടില് ഇതും സാഹിത്യത്തിന്റെ അകത്ത് പഠിക്കേണ്ടതാണെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ സിലബസിൽ നോക്കുന്ന സമയത്ത് രാമായണവും മഹാഭാരതവും ഒക്കെ സിലബസിന്റെ ഭാഗമാണ്. എഴുത്തച്ഛനും ചെറുശ്ശേരിനും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേസമയം ഇതൊക്കെ ഏത് തരം അനുഭവ ലോകത്തിനാണ് ആവിഷ്കരിക്കുന്നത് അതിനൊന്നും അവർക്ക് പ്രശ്നമില്ല. അത് വളരെ സെക്കുലർ ആയിട്ടുള്ള പരിവേഷത്തിൽ നിൽക്കുന്നു. പക്ഷെ ഇങ്ങനത്തെ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ഭയങ്കര അസഹിഷ്ണുതയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് നമ്മൾ ഒന്നും ചോദ്യം ചെയ്യാതെ തൊട്ട് വിഴുങ്ങിയതാണല്ലോ ഇത്രയും കാലത്ത് ഈ സാഹിത്യത്തിനൊക്കെ. അപ്പൊ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബഷീറിനെ സംബന്ധിച്ചൊക്കെ ഈ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. ബഷീറിന്റെ എഴുത്തിനെ കുറിച്ചും അല്ലെങ്കിൽ മാധവിക്കുട്ടി എഴുതുന്ന സമയത്തൊക്കെ ഇത് എന്ത് തരം സാഹിത്യമാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു തുടർച്ചയായിട്ട് പുതിയ കാലത്ത് തുടർച്ചയായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദിയുടെ ഒരു ജീവിതത്തില് ഞാൻ കണ്ടിട്ടുള്ള ആദി എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെയാണെങ്കിലും താൻ അനുഭവിക്കുന്ന അനീതിക്കെതിരെയാണെങ്കിലും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് പഠിക്കുന്ന സമയത്ത് ബി എഡ് പഠിക്കുന്ന സമയത്തുണ്ടായ അനുഭവം. അത് ശരിക്കും നമ്മുടെ അധ്യാപകരാവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അത്തരം ഇടങ്ങളിൽ ഉണ്ടാകുന്ന വിവേചനത്തെ കുറിച്ച് എന്താണ് പറയാൻ? എനിക്ക് തോന്നുന്നു ഇപ്പൊ അധ്യാപനം ബാക്കി ജോലികളെ പോലെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഒരു ഓറയുള്ള ഭയങ്കര എന്താ പറയാ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയുള്ള പരമ്പരാഗത സമവാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അധ്യാപകൻ മനുഷ്യനല്ല, എന്താ ഒരു ദൈവിക പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു രീതിനെ നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ ജോലിനെ നിങ്ങൾ ഒരു ജോലിയായിട്ട് കാണാതെ, ഒരു ലേബർ ആയിട്ട് കാണാതെ എന്തിനാണ് ഇങ്ങനെ ഡിവൈൻ ആയ മട്ടിലേക്ക് കാണിക്കുന്നത്? അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഈ വിമർശിക്കാൻ പറ്റാത്ത സ്ഥലത്തിലേക്ക് ഒന്നിനെ കൊണ്ടുവെക്കുകയാണല്ലോ ഈ ദൈവികാക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ഇപ്പൊ കുട്ടികൾ ഇപ്പം നമുക്കറിയാം സ്കൂളുകളിലൊക്കെ നടക്കുന്ന വലിയ തോതിലുള്ള അബ്യൂസുകളെ കുറിച്ച്, സെക്ഷൽ അബ്യൂസുകൾ ഉൾപ്പെടെ നമുക്കറിയാം ഒരുപാട് കേസുകളും നടക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടികളോട് നിങ്ങൾ ഈ വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ അവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവരോട് വിധേയപ്പെട്ട് നിൽക്കണം ഇങ്ങനെ പറഞ്ഞും പഠിപ്പിച്ചും പേടിപ്പിച്ചും കൊണ്ടിരുന്നാൽ ഈ അബ്യൂസ് നേടിയിടുന്ന കുട്ടിക്ക് ഇത് തുറന്നു പറയാനുള്ള സ്പേസുകൾ ഉണ്ടാവോ? മീൻസ് ഈ വിമർശനാതീതനായിട്ട് അധ്യാപകരെയോ അല്ലെങ്കിൽ ശരീരങ്ങളൊക്കെ ഉയർത്തുന്ന സമയത്ത് ഈ കുട്ടികൾ ആരോട് പറയും, എന്ത് പറയും എന്നൊക്കെയുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ തൊഴിലും പോലെ ഒരു തൊഴിൽ തന്നെയാണ് തോട്ടിപ്പണി. മഹത്തരമാണ്. അതുപോലെ തന്നെ ഒരു തൊഴിലായിട്ട് തന്നെയാണ് അധ്യാപനത്തിനെ ഞാൻ കാണുന്നത്. ഇത് പറഞ്ഞതിന് എന്റെ BEd കോളേജിലെ അധ്യാപകർ ഞെട്ടി വീണ്, ദൈവമേ തോട്ടിപ്പണിയായിട്ട് ഉപമിച്ചു അധ്യാപനത്തിൽ. എനിക്ക് തോട്ടിപ്പണി ഒരു മോശം പണിയായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു പണി, അതിനെക്കാട്ടും എന്താ പറയുക, ഒരു കുറഞ്ഞ പണിയായിട്ട് അധ്യാപനത്തിനെ ഞാൻ കാണുന്നുള്ളൂ. കാരണം അതിനെക്കാട്ടും മീൻസ് ഭാരം സഹിച്ചും കഷ്ടപ്പെട്ടുമാണ് ഈ ജോലിയിൽ ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൊഴിലായിട്ട് മാത്രമേ ഞാൻ അധ്യാപനത്തിനെ കാണുന്നുള്ളൂ. പിന്നെ ഈ ആദ്യം തന്നെ അധ്യാപകരെ ഈ ദൈവം ആക്കുന്ന പണി നിർത്തിയിട്ട് അവരെ മനുഷ്യരാക്കേണ്ടതുണ്ട്, മനുഷ്യത്വമുള്ളവരാക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. കാരണം കുട്ടികൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഭരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. നമ്മളെ മോളിൽ നിന്ന് കുറെ ആൾക്കാർ ഭരിക്കുന്നതിനെ കൊണ്ട് നമുക്കൊരാളെ ഭരിക്കാൻ കിട്ടിയ ഭയങ്കര സൗകര്യം. അങ്ങനത്തെ അടിമകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ക്ലാസ് റൂമിനകത്ത് അങ്ങനത്തെ വലിയ ഭരണം നടക്കുന്നുണ്ട്. ഇപ്പം ചൂരൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ടൊക്കെ അധ്യാപകർക്ക് പേടിയുണ്ടെങ്കിലും ഇപ്പോഴും ഒരു അദൃശ്യമായ ചൂരൽ അവരെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കുട്ടികളെ മിണ്ടാതെ നിർത്തിപ്പിക്കുക, വളരെ മരിച്ച ശരീരങ്ങളെ പോലെ നിർത്തി ക്ലാസ് എടുക്കുക, ഇതൊക്കെയാണ് നല്ല ക്ലാസ് എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ മുടി വെട്ടിക്കുക, പ്രേമം പിടിക്കുക, കുട്ടികളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചാരപ്പണി നടത്തുക, ഇതൊക്കെയാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊന്നും അധ്യാപകരുടെ ജോലിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നേ ഇല്ല. അപ്പം കുറെ കൂടി ഹ്യൂമെയിനായിട്ട്, കുറെ കൂടി നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് അധ്യാപകർക്ക് ചെയ്യാനുള്ള കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഇനി വരാനിരിക്കുന്ന കുട്ടികൾ ഇവർ കരുതുന്ന പോലെ മിണ്ടാതിരിക്കുന്ന, ഒച്ചപ്പാടുണ്ടാക്കാത്ത കുട്ടികളൊന്നുമല്ല. അപ്പം ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ മുമ്പിൽ നാണം കെട്ട് തൊലി ഒഴിഞ്ഞു പോകാൻ ഈ സോക്കോൾഡ് അധ്യാപകർക്ക് കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. മാറാത്ത അധ്യാപകർക്ക് കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ശീർഷകങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാലമാണ്. സിനിമയുടെ പേരാണെങ്കിലും കവിത,
കഥ ഒക്കെ ഒരു പ്രത്യേക തരം പേരുകളിൽ ജനങ്ങളുടെ, വായനക്കാരുടെ, പ്രേക്ഷകരുടെ ഒക്കെ മനസ്സ് കീഴ്പ്പെടുത്തുന്ന പേരുകളിൽ തന്നെ നമ്മൾ ആദ്യമേ വീണു പോകും. പെണ്ണപ്പൻ എന്ന് പറയുന്ന ശീർഷകം എനിക്ക് അതുപോലെ തോന്നിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു പേര്. എങ്ങനെയാണ് പെണ്ണപ്പൻ എന്ന ശീർഷകത്തിലേക്ക് വന്നത്? അത് കവിതയാണോ? സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന്റെ സമയത്ത് ആണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അപ്പം ആ സമയത്ത് എഴുതിയ കാര്യങ്ങൾ പിന്നീട് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് പുസ്തക രൂപത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട കവിതയാണ് പെണ്ണപ്പൻ. അപ്പൊ അതിന് വലിയ വായനക്കാരുണ്ടായി. അത് വലിയ തോതിൽ ആ സമയത്ത് ചർച്ചയായി. അപ്പം ഞാൻ എവിടെ പോയാലും എന്നോട് ആളുകൾ ചോദിക്കുക, പെണ്ണപ്പൻ എഴുതിയ ആളല്ലേ എന്നുള്ള രീതിയിൽ ആ കവിത കൊണ്ടാണ് എന്നെ ആളുകൾ അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നത്. അപ്പം പുസ്തകമാക്കുന്ന സമയത്ത് എല്ലാ കവിതകളും ചേർത്ത് വെക്കുന്ന സമയത്ത് എന്തായാലും തലക്കെട്ട് എന്നാൽ അതാവാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ആ തലക്കെട്ട് തെരഞ്ഞെടുക്കുന്നത്. കാരണം അത്രയധികം വായനക്കാർ ആ കവിതയ്ക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തലക്കെട്ട് തെരഞ്ഞെടുക്കുന്നത്. അതിനെതിരെ പല വിമർശനങ്ങളും വന്നിരുന്നു കേട്ടോ. കാരണം അതൊരു മോശം വാക്കാണ്, തെറിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലേ, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആ വാക്കല്ലാതെ എന്ത് വാക്കുകൊണ്ടാണ് എനിക്ക് ആ അനുഭവത്തിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന അറിയില്ല. എന്റെ കവിത ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയ ശരിയുടെ കവിതയല്ല. എന്റെ ജീവിതം അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ജീവിതമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കവിതയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ ശരിയുടെ കവിതയിൽ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സങ്കീർണമാണ്. നമ്മളിങ്ങനെ ശരി തെറ്റെന്നുള്ള യുക്തി വെച്ച് അളക്കാൻ പറ്റുന്ന അനുഭവങ്ങളൊന്നുമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാക്ക് ഭയങ്കര കനമുള്ള വാക്കാൻ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ ബോധപൂർവം ചെയ്ത ഒരു പണിയൊന്നുമല്ല, മറിച്ച് ഒരുപാട് പേര് വായിച്ചു ശ്രദ്ധിച്ച ഒരു പേരാണ്, കവിതയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തലക്കെട്ടിലേക്ക് എത്തുന്നത്. അതിൽ തന്നെയുള്ള ഒരു മറ്റൊരു കവിത പുസ്തകത്തിന് ശേഷം എഴുതിയ കവിതയാണ്. ആ കവിത അതേപോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ്. ആദിയുടെ ഒരു ജീവിതം പറയുന്ന പോലുള്ള ഒരു കവിതയാണ്. ആ കവിത എങ്ങനെയാണ് എഴുതുന്നത്? അതിന്റെ പേരും ഒരു അങ്ങനെ. ആ കവിത സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കവിതനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങാത്തൊരു സമയത്തുള്ള എഴുത്തുകളാണ് തുടക്കകാലത്തിലുള്ള ഇത് അധികവും. പിന്നെ കുറെ കൂടി ഞാൻ കവിതയിൽ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എഴുതിയൊരു കവിതയാണ് ഈ കവിത. അത് ഒരുപാട് വായനക്കാരുണ്ടായ ഒരു കവിതയാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അക്ഷരമാല ക്രമത്തിലാണ് ആ കവിത എഴുതിയത്. സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യാക്ഷരം തുടങ്ങി അങ്ങനെ. അപ്പം അതെനിക്ക് ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഭാഷ എത്രത്തോളം പരിമിതമാണ് ഇങ്ങനത്തെ വിഷയം. ഇപ്പൊ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം എന്താന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ മത്സരമൊക്കെ സംഘടിപ്പിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഭാഷയിൽ നമ്മുടെ വികാരങ്ങളോ അല്ലെങ്കിൽ വിചാരങ്ങളോ ഒന്നും അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശരീരങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ട്. അപ്പം അതിനെങ്ങനെ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു ശ്രമമായിട്ടാണ് ആ കവിത നിൽക്കുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞ പല സമയത്ത് ഇത് കവിതകൾ ചേർത്ത് വെച്ച് അങ്ങനെ ഒരു ഫോമിലേക്ക് ഒതുക്കി മാറ്റാണ് ചെയ്തത്. പക്ഷെ അത് അവസാനത്തെ എന്ന് പറയുന്ന ഇതിലാണല്ലോ സ്വരങ്ങൾ തീരുക. അപ്പൊ അതൊരു അമ്മേ എന്നുള്ളൊരു നിലവിളി ശബ്ദമായിട്ടാണ് കവിത തീരുന്നത്, അമ്മ അമ്മേ എന്നുള്ളൊരു. അപ്പൊ അത് പക്ഷെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഒരു പരീക്ഷണ സ്വഭാവമുള്ള ഒരു കവിത ആയതുകൊണ്ടും പിന്നെ ഈ വിഷയത്തിന് ജെൻഡറിനെ കുറിച്ചും ശരീരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കവിത ആയതുകൊണ്ടും അത് ഇതേ മട്ടില് പിന്നീട് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്ത ആ കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിത കൂടിയാണ്. തീർച്ചയായിട്ടും ആദിയുടെ ജീവിതത്തില് ഒരുപാട് വ്യക്തികൾ ഒരു എന്താ പറയാ മോട്ടിവേഷൻ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മാതൃകയായിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രചോദനം നൽകിക്കൊണ്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന 2-3 പേരുകൾ പറയാൻ പറ്റുമോ? 2-3 പേരുകൾ എനിക്ക് ഒരുപാട് മനുഷ്യരൊന്നും എൻ്റെ ജീവിതത്തിലില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണുള്ളത്. പല കാലങ്ങളായിട്ട് വന്നുപോയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്വാധീനം ചെലുത്തിപ്പോയ മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് ഒന്നാമത് പറയാനുള്ളത് വൈഗച്ചിയുടെ പേരാണ് തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒരു കാലം പുള്ളിക്കാരിയിലൂടെയാണ്. കാരണം ഞാൻ അങ്ങനെ അധികം വൈകാരികമായിട്ട് ആരോടും അടുക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്കാരി എനിക്ക് 2 അമ്മമാരുണ്ട്. ഒന്ന് എൻ്റെ സ്വന്തം അമ്മ, മറ്റേതും എൻ്റെ സ്വന്തം അമ്മ വൈഗച്ചി. അപ്പം ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് കുറെ കൂടി ജീവിതം എന്താണ്, ഇപ്പൊ നമ്മുടെ വേദനകളൊക്കെ എത്ര നിസ്സാരാണ്
ബാക്കി മനുഷ്യരോട് തട്ടിച്ച് നോക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ ചുറ്റും നോക്കാൻ എന്നെ പഠിപ്പിച്ചത് വൈകീച്ചയാണ്. പക്ഷെ അതുപോലെ തന്നെ ബാക്കിയുള്ള മനുഷ്യരോട് എങ്ങനെ ഇടപെടണം. ഞാൻ അധികം ചിരിക്കൊന്നും ചെയ്യാതെ ഭയങ്കര അത് എനിക്ക് സ്നേഹിക്കാനെന്ന് അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, കാരണം എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പൊ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മനുഷ്യരോട് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് വൈകീച്ചയാണ്. മനുഷ്യരെങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ മനുഷ്യരോട് കരുതലുള്ളവരാവണം. വളരെ നിസ്വാർത്ഥമായിട്ട് മനുഷ്യരെ പരിഗണിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതില് ഒരാള് വൈകീച്ചയാണ്. അപ്പം പുള്ളിക്കാരിന്റെ പേര് എനിക്ക്, എന്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന വൈകീച്ചയാണ്. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ആര് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം, പക്ഷെ നമ്മുടെ വൈകാരികമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ആളായതുകൊണ്ട് അവരെന്നെ അത് ചെയ്യണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവാർഡിന് അയക്കുന്നതും വൈകീച്ചിയാണ്. അവാർഡിന് അയക്കുന്നത് വൈകീച്ചി എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് അവാർഡിന് പുസ്തകം അയക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പുള്ളിക്കാരി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു ആളെ പറയണമെങ്കിൽ വിഷ്ണു എൻ്റെ അടുത്ത സുഹൃത്താണ്. അവനും കവിത ആക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന അവനാണ്. ഞാൻ എഴുതുന്നതിനെ മൊത്തം കവിത എന്ന് വിളിച്ച ഒരാളാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്ന ആളാണ്. വിഷ്ണു ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടല്ലോ, വാസു, അഞ്ചൽ, വിഷ്ണു, വൈകീച്ച്, ഞാൻ എന്നുള്ള ഒരു കൂട്ടം. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഗൈഡായിട്ടുള്ള ഇപ്പം സുനിൽ പി ലൈഡം, പുള്ളി ഇതേപോലെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്. വളരെ ഞാൻ എഴുതിയിട്ടുണ്ട് പുള്ളിനെ കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്ത്. എന്നെ വളരെ സ്നേഹത്തോടെ തൊട്ട മനുഷ്യരാണ്. മാഷെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എന്നെ മാഷ് തൊട്ടതിന്റെ ഓർമ്മ എനിക്കുള്ളൂ. സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചതിന്റെ ഓർമ്മ. എൻ്റെ BEdന്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് പുള്ളി ഇവിടെ ടൗൺ ഹാൾ പ്രോഗ്രാമിന് വന്ന സമയത്ത് പുള്ളി എന്നെ ചേർത്ത് പിടിച്ചു. അപ്പം അങ്ങനെ ഒരാളെന്നെ ചേർത്ത് പിടിക്കണം എന്ന് ഞാൻ എല്ലാ കാലത്തും വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ എന്നെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാവണമെന്ന് ഞാൻ എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നു. അതുപോലെ എൻ്റെ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ സമയത്തും ഒക്കെ പുള്ളി എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പുള്ളീനെ എനിക്ക് പറയാൻ തോന്നുന്നു. പിന്നെ അലൻ ഷുഹൈബ്, അവൻ ഒരുപാട് ഇതേപോലെ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ BEd കോളേജിന്റെ സമയത്താണെങ്കിലും അതിന്റെ ലീഗൽ കാര്യങ്ങൾ, ഇപ്പൊ പുസ്തകത്തിന്റെ പ്രസാധനവുമായി ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങളാണെങ്കിലും എൻ്റെ മാനസികാരോഗ്യപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും കൂടെ നിന്നിട്ടുള്ളത് അലനാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഇപ്പൊ ആദി ശരിക്കും PhD ചെയ്യാണ് കാലടിയിൽ PhD ചെയ്യുന്നു. അധ്യാപകനായിട്ട് ഇനി സമൂഹത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയുള്ള ഒരു അധ്യാപകനായിരിക്കും? നമ്മൾ പണ്ട് കാലം മുതലേ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ ആ ദൈവത്തിന്റെ ഇടയിലുള്ള അധ്യാപകനാണോ, അല്ലെങ്കിൽ? ഇല്ല, എനിക്ക് അങ്ങനെ അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ പറ്റില്ല. ഞാനൊരു നല്ല മാഷാവുന്നോ നല്ല മാതൃകാ മാഷാവുന്നോ ഒന്നും ടീച്ചറാവുന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു അനുഭവം പറയാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ നമ്മുടെ BEd കോഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ ക്യാമ്പസ് സ്കൂളിലാണ്, കോഴിക്കോട് ക്യാമ്പസ് സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോയത്. പിന്നെ മോഡൽ സ്കൂൾ ആദ്യത്തെ സ്പെല്ല്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഇതേപോലെ ഭയങ്കര നമ്മളിങ്ങനെ അങ്ങ് ശരിയാക്കി കളയാന്നുള്ള രീതിയിലാണ് പോകുന്നത്. മാണിക്കക്കല്ലൊക്കെ കളിച്ചങ്ങ് പിള്ളേരെ നന്നാക്കി കളയാന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിനകത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഇത് നമ്മൾ BEdന് പഠിച്ച തിയറികളോ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പിള്ളേര് എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള, നമ്മളെക്കാട്ടും മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടുള്ള, നമ്മളെക്കാട്ടും മുമ്പിൽ അമ്മാവൻ വൈബാണ്, തന്ത വൈബാണ്. അപ്പം അങ്ങനത്തെ പിള്ളേരാണ്. അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ഒരു ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബഹളമാണ്. കാരണം കോവിഡിന് ശേഷമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അനുസരണ പഠിപ്പിച്ച കുട്ടികളല്ല, മറിച്ച് തെറിച്ച പിള്ളേരാണ്, ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പിള്ളേരാണ്. അപ്പം ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ പിള്ളേരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാൻ ദേഷ്യപ്പെട്ടാൽ ഞാൻ ചിരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല. അപ്പൊ ഞാൻ പിള്ളേരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു, പക്ഷെ കേൾക്കുന്നില്ല, ഭയങ്കര ബഹളം. ഞാൻ ഇതിനെന്തൊക്കെ ഒരു പയ്യനെ എണീപ്പിച്ച് നിർത്തി. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയില്ല, പക്ഷെ മാറ്റി നിർത്തി ടെക്സ്റ്റ് ബുക്കും കൊണ്ടിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധം. കാരണം നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറഞ്ഞ് മതിലിന്റെ തൊട്ടപ്പുറത്ത് എന്റെ BEd കോളേജ് ഉള്ളത്. അപ്പൊ അവിടുത്തെ അധ്യാപകർ എന്താണ് എന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വീണ്ടും അതേ ഒരു പാറ്റേണിലേക്ക് പോകുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞാടാ കയറിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഞാൻ കയറിയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ ഹൃദയം തകർന്നു. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ മാത്രമല്ല സംസാരിച്ചത്, പക്ഷെ മാഷ് എന്നെ പിടിച്ച് പുറത്താക്കി, ഞാൻ കേറില്ല, ഇനി പിരീഡ് തീരാതെ ഞാൻ കേറില്ല എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. കാരണം കയ്യിൽ നിന്ന് പോയി നമ്മുടെ
പക്ഷെ ഞാൻ അവനോട് സോറി പറഞ്ഞു. കാരണം അതാണ് ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ആളുകൾ ചെയ്യാത്തൊരു കാര്യം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് അറിയാതെ ആണെങ്കിൽ പോലും അത് അംഗീകരിക്കാനും അയാളെ കേൾക്കാനും തെറ്റ് പറ്റുന്ന സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക പ്രധാനമാണ്. അപ്പൊ ഞാൻ അവനോട് സോറി ഒക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിട്ട് പോയി. അപ്പം പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഒരു കണ്ണാടി കണ്ട ഒരു പ്രതീതിയാണ് കിട്ടി. കാരണം നമ്മൾ എത്രയൊക്കെ ഈ സിസ്റ്റത്തിന് പുറത്ത് ചാടാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല. അതിന് പുറത്തൊരു ജീവിതം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. കാരണം നമ്മളെ ഇങ്ങനെ നിരന്തരം ഇതിനായിട്ട് ഇങ്ങനെ വലിച്ചിട്ടോണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു നല്ല മാഷാവാൻ പറ്റും എന്നുള്ള ഒരു അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷെ മാക്സിമം മനുഷ്യരെ ദ്രോഹിക്കാതിരിക്കണം. കുട്ടികളെ ഒരിക്കലും അവരുടെ കുട്ടിക്കാലം നശിപ്പിക്കാനോ, ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അധ്യാപകർ ചെയ്ത, അല്ലെങ്കിൽ എന്റെ മുതിർന്ന അവസ്ഥയിൽ എന്റെ അധ്യാപകർ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ ഒരിക്കലും ഒരു കുട്ടിക്ക് വരുത്തി വെക്കില്ല എന്നുള്ളൊരു സ്വയം ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഇപ്പൊ BEd കോളേജുകളിലൊക്കെ എന്നെ ക്ലാസ്സിനൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചീത്ത കുട്ടികളെ സൂക്ഷിക്കുക എന്ന് ഞാൻ പറയാം. നിങ്ങൾ ചീത്ത കുട്ടികളെ സൂക്ഷിക്കുക. നല്ല കുട്ടികളെ നിങ്ങൾ അർഹിക്കുന്നൊന്നുമില്ല. പക്ഷെ ചീത്ത കുട്ടികളെ നിങ്ങളെ ആവശ്യമുണ്ട് ആ കുട്ടികൾക്ക്. അതേപോലെ നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട്. കാരണം നല്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ, നല്ല പഠിപ്പുള്ള, നല്ല മാർക്ക് നേടുന്ന, എല്ലായ്പ്പോഴും ഒന്നാം ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെ പിടിച്ചു കയറ്റാനും അവർക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് മനുഷ്യന്മാരും അധ്യാപകരും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ചീത്ത കുട്ടി ഉണ്ടല്ലോ, ആ ക്ലാസ്സിന്റെ പുറകിലുള്ള, എപ്പോഴും കച്ചറ കാണിക്കുന്ന, എപ്പോഴും അടിപൊളി ഉണ്ടാക്കുന്ന ആ കുട്ടിക്ക് ആരുമില്ല. ആ കുട്ടിക്ക് നമ്മളെ ആവശ്യമുണ്ട്. അപ്പം ശരിക്കും നമുക്ക് അവരെ ആവശ്യമുണ്ട്, അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. അപ്പം ആ കുട്ടിയിലാണ് നിങ്ങളുടെ ഭാവി. നിങ്ങൾ നല്ല അധ്യാപകനാവുന്നത്, നല്ല അധ്യാപികയാവുന്ന ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, ആ കുട്ടി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ നല്ല രീതിയിൽ, അവിടെയാണ്. അതുകൊണ്ട് തന്നെ ചീത്ത കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു ചീത്ത കുട്ടിയാണ് എന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം, വലിയ കാര്യം എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ചോദിക്കാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സാഹിത്യ മേഖലയിൽ, അതായത് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ, നമുക്കാരും കസേരയിട്ട് നിങ്ങൾ ഇരുന്നോ എന്ന് പറഞ്ഞ ഒരു ഇരിപ്പിടം ആരും തരില്ല. ആ ഇടത്തിലേക്ക് സ്വന്തമായി കസേര വലിച്ചിട്ട് അവിടെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഇരിക്കുന്ന ഒരാളാണ് ആദി. ഈ മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട്, എഴുതുന്ന ആളുകളുണ്ട്. ശരിക്കും സിനിമയിലൊക്കെ പറയുന്നത് പോലെ, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും അത്തരത്തിൽ ചൂഷണങ്ങൾ ആണിനായാലും പെണ്ണിനായാലും ഉണ്ട് എന്ന് വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആദി ശരിക്കും ഒരു മാതൃകയാണ്. ഒരു സാഹിത്യ പാരമ്പര്യമില്ലാത്ത ഒരു എന്താ പറയാ, നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ട് തള്ളിത്തരാൻ ഒരാളില്ലാതെ സ്വന്തമായി വന്ന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടുകയും കേരളത്തിലെ പഠന സിലബസുകളിൽ സ്വന്തം കവിത ഉൾപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സൊസൈറ്റിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കഴിവുള്ള, ഇതുപോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളോട്, കയറി വരുന്നവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് പറ്റുമെന്നാണോ, എങ്ങനെയാണ് അതിനെ ആദ്യം നമ്മുടെ ആളുകൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുക്കുക? അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ കുഞ്ഞാമൻ മാഷ് പുള്ളിയുടെ ആത്മകഥയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരെയും മാതൃകയായി സ്വീകരിക്കരുത് എന്നുള്ളത്. കാരണം അങ്ങനെ ആരെങ്കിലും മാതൃകയായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അവരോട് തട്ടിച്ചു നോക്കി അപകർഷതയിൽ അകപ്പെടാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം ഒരു മാതൃകയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ആരോടും തട്ടിച്ചു നോക്കാൻ പറ്റി അങ്ങനെ അളക്കാൻ പറ്റുന്നതല്ല ഒരു വ്യക്തിയുടെയും ശേഷി എന്ന് പറയുന്നത്. അപ്പം സാഹിത്യത്തിൽ ഇടപെടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, എഴുതാൻ ഇഷ്ടമുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എളുപ്പമുള്ള മേഖല ഒന്നല്ല. ഇതുപോലെ ഭയങ്കര ചൂഷണങ്ങൾ നടക്കുന്ന, വലിയ തോതിലുള്ള അനീതി നടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പം ഞാൻ എന്താ പറയാ, എഴുതി തുടങ്ങി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഒരു ഓണപ്പതിപ്പിലേക്ക് കവിത ചോദിച്ച പോലെ ഒരു മനുഷ്യൻ നമ്മളെ വിളിക്കൊന്നുമില്ല. നമുക്ക് അങ്ങനെ സോക്കോൾഡ് മലയാളത്തിൽ വലിയ അച്ചടി മാസികകളിലേക്കൊന്നും ഒരിക്കലും നമ്മുടെ കവിത അയച്ചു കൊടുത്താൽ അവരെടുക്കാൻ പോകുന്നില്ല. അവര് നമ്മുടെ കവിതയുടെ തലക്കെട്ടുകളൊക്കെ വെട്ടിക്കീറി അപ്പാടെ മാറ്റിക്കളയും. അപ്പം അങ്ങനത്തെ ഒരുപാട് അനുഭവം എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2 വട്ടം കവിത അയച്ചു കൊടുത്ത സ്ഥലത്തും എന്റെ തലക്കെട്ട് അപ്പാടെ കീറി സ്വന്തമായിട്ട് അവര് സ്വയം എന്നോട് ചോദിക്കാതെ അവര് തലക്കെട്ടങ്ങ് മാറ്റി സ്വയം ഒരു തലക്കെട്ട് കൊടുത്ത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രസിദ്ധീകരിച്ചു വന്നു തന്നെ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് അനീതികൾ നമുക്ക് കേൾക്കേണ്ടി വരും. പിന്നെ പൈസ, ഇതിൽ നമ്മൾ പൈസ കൂടി കാണുന്നുണ്ടല്ലോ. നമുക്കൊരു ഇപ്പം വിദ്യാർത്ഥി ആയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൽ കൂടെ
ആണ് ഞാൻ ഫിനാൻഷ്യലി കൂടി ഏൺ ചെയ്യാൻ ഉള്ള ഒരു മാർഗം കൂടിയായിട്ട് അതിനെ കാണുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചൂഷണങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ റോയൽറ്റിയുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിന് കൃത്യമായിട്ട് പൈസ കിട്ടാതിരിക്കുന്ന അവസ്ഥ, പിന്നെ പുസ്തകം അച്ചടിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ വരുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട്. അപ്പം ഇത് എളുപ്പമുള്ള, ഭയങ്കര രസമുള്ള, പുറമേന്ന് കണ്ടാല് സുഖം തോന്നുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണും. ഇപ്പം മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പോലെ തന്നെ ഉപ്പും പഞ്ചസാര പോലെ തോന്നിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇതങ്ങനെ ഭയങ്കര മധുരമുള്ള ഒരു സ്പേസ് ഒന്നുമല്ല. പ്രത്യേകിച്ച് യാതൊരു പാരമ്പര്യം ഇല്ലാത്ത ഇത്തരം സോക്കോൾഡ് ആൺകൂട്ടങ്ങളുടെ ഭാഗമാകാത്ത, അവരോട് വിധേയപ്പെട്ടിരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടങ്ങളുടെ ഭാഗമാകാൻ പറ്റുന്ന, അവരോട് തോടുകയായിട്ട് നടക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് എളുപ്പമായിരിക്കും. അവർക്ക് സൗകര്യങ്ങളും അവസരങ്ങളും വേദികളും ഒക്കെ നിറയെ കിട്ടും. പക്ഷെ അതില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിരന്തരം നമ്മുടെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഇത് ആരാ ഇവൻ, ഏതാ ഇവൻ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കമന്റാണ്. എന്നിട്ട് ഓരോ ആളുകളെ എന്നെ ടാഗ് ചെയ്തിട്ട് ഞാൻ എഴുതിയ കവിതകൾ പോസ്റ്റ് ചെയ്യാം. മീൻസ് ഇയാൾ ഇങ്ങനെ നല്ല കവിതകൾ എഴുതുന്ന ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു ബാധ്യത വരികയാണ് നമ്മുടെ കവിതകളെ ഇവർക്ക് കാണിച്ചു കൊടുക്കാനും, ഇതാണ് ഞാൻ ചെയ്ത പണി എന്ന് കാണിച്ചു കൊടുക്കാനും. ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മെറിറ്റോറിയസ് ആണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ തലയുടെ മുകളിലുണ്ട്. അപ്പം ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാവുന്ന ഒരു സ്പേസ് തന്നെയാണിത്. പക്ഷെ പൊരുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കാരണം ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു സ്പേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ആദ്യം പറഞ്ഞപ്പോഴാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തെ പഠിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്ര ഒരു ഗവൺമെന്റ് അത്തരത്തിലൊരു പഠനം തയ്യാറാക്കുന്നത്. അത്തരത്തിലൊരു പഠനം പുറത്തു വന്നു. ആ പഠനത്തിന്റെ വിശ്വാസ്യതയിൽ അതിൽ പോലും പറയാത്ത ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല രീതിയിൽ. അപ്പോ രണ്ടിനെ കുറിച്ചും ഞാൻ ചോദിക്കുന്നു, എന്താണ് ഹേമ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ച് നടക്കുന്ന ഇപ്പോഴുള്ള ചർച്ചകളെ കുറിച്ചും ആദിയുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ അതിൽ എന്ത് ഒപ്പീനിയൻ പറയുമെന്ന് ചിന്തിക്കുന്ന സമയത്ത്. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന ചർച്ചകളൊന്നും എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു മാറ്റമാണ് അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഈ ചർച്ചയോട് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മളിത് കണ്ടതാണ്, എത്ര പേർക്ക് നീതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ആർക്കാണ് നീതി കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ ഒരു 3-4 ദിവസത്തേക്ക് വാർത്തയിൽ നിൽക്കുകയും പിന്നീട് കെട്ടുപോവുകയും ചെയ്യുന്ന ഒരു ചർച്ചയാവോ എന്നുള്ളൊരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ട്. അതേസമയം ഇങ്ങനൊരു ചർച്ച ഇപ്പോഴെങ്കിലും ഉണ്ടായി. ഇവരുടെ അധികാര സ്ഥാനങ്ങളൊക്കെ അങ്ങ് കുലുങ്ങിപ്പോയി, ഇവരുടെ സിംഹാസനങ്ങൾ അങ്ങനെ ഒലഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും കാലം നമ്മളിങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വലിയ എന്താ പറയുക സ്വപ്നങ്ങളിലെ ആൾക്കാരായിട്ടൊക്കെ ബിംബങ്ങളായിട്ട് വെച്ചിരുന്ന അതൊക്കെ തച്ചുടയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. പിന്നെ ഈ പെണ്ണുങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്ന് കേൾക്കുന്ന ഒരു സ്ഥിതി വരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര ആനന്ദം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇത്രയും കാലം ഇപ്പം WCCയുടെ കാര്യമാണെങ്കിലൊക്കെ അവരൊക്കെ എത്രത്തോളം സംസാരിച്ചും എത്ര തെറി കേട്ടിട്ടാണ് ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ റീമ കല്ലിങ്കലൊക്കെ ആണെങ്കിലും മറ്റേ മീൻ പൊരിച്ചതിന്റെ കാര്യത്തിലൊക്കെ എത്ര ട്രോളുകൾ അവർക്ക് കിട്ടി എന്നാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന വയലൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് നമ്മൾ അറ്റൻഷൻ സീക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണെന്നാണ് എല്ലാവരും പറയാം. അത് ഇപ്പൊ എന്റെ കോളേജിൽ സ്റ്റുഡൻ്റ് ആയ സമയത്ത് അവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഞാൻ അറ്റൻഷൻ സീക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. ആർക്ക് വേണം ഇവരുടെ അറ്റൻഷൻ, ആർക്ക് വേണം ഇവരുടെ അറ്റൻഷൻ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഇനിയും വിഗ്രഹങ്ങളൊക്കെ ഉടയട്ടെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യത്തിൽ വിഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കും. അപ്പൊ പിന്നെ ഉടയ്ക്കുന്ന കാര്യം വരുന്നില്ലല്ലോ. അപ്പൊ വിഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. സാഹിത്യ മേഖലയിൽ ഇത്തരം ഒരു കമ്മിറ്റിയും ഒരു ഇതേപോലെ ഒരു സംഘടനയും ഒക്കെ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ആദ്യയുടെ അഭിപ്രായം? നല്ല രസം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തും ഒരുപാട് ഇപ്പൊ പുതിയ എഴുത്തുകാരെ. അല്ല, സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രത്യക്ഷത്തിലുള്ള ഒരു വ്യവസായമാണ്. സാഹിത്യം കുറച്ചുകൂടി ഇരുളടഞ്ഞ ഒരു മേഖലയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്.
ശരിയാണ്. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റ്, ജെൻഡേർഡ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഞാൻ ഒരു സാഹിത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. പൊതുവെ സാഹിത്യത്തിൽ ഉള്ള പുതിയ എഴുത്തുകാരൊക്കെ തന്നെയാണെങ്കിൽ, ഇപ്പൊ കവിതയിലൊക്കെ ഇടപെടുന്ന ആളുകളാണെങ്കിൽ വലിയ വലിയ പ്രസാധകര്, അച്ചടി മാധ്യമങ്ങൾ, അവരൊക്കെ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ, അതൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള, ദീർഘകാലമായിട്ട് 5-6 വർഷങ്ങളുടെ നിരന്തര ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെയാണ് ഈ പുതിയ കവിത മീൻസ് അവർക്ക് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഇവരുടെ സോക്കോൾഡ് ആൺകൂട്ടങ്ങളോട് സഖ്യം ചേരുകയും അങ്ങനെ വരുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകളാണ് എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് വരുന്ന മനുഷ്യരുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്പേസുകളിലൊക്കെ ഈ വയലൻസുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിനെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ നമ്മളത് കണ്ടതാണ്. നമ്മുടെ വലിയ വലിയ സോക്കോൾഡ് എഴുത്തുകാർക്കെതിരെയൊക്കെ വന്ന ആരോപണങ്ങൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇവരെങ്ങനെയാണ് കാണുന്നത്. അപ്പം സത്യമായിട്ടും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് എന്താ പറയുക അബ്യൂസർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴും സ്വീകാര്യത കിട്ടുന്നുണ്ട്, അവർക്ക് വേദികൾ ലഭിക്കുന്നുണ്ട്, അവരെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അവരെ ക്യാൻസൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ അങ്ങനെ റദ്ദ് ചെയ്യണമെന്നോ ഒന്നുമില്ല. അവരുടെ രചനകളോ അവര് സാഹിത്യത്തിൽ ചെയ്ത പണിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാട്ടപ്പെടണം. സത്യമായിട്ടും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ബാധ്യത കാണിക്കണം. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം അതില്ലാതെ ഇവര് എല്ലാ സ്പേസുകളും കൈയെടുക്കുകയും ഈ സോക്കോൾഡ് സർവൈവർ പൊസിഷനിലുള്ള വ്യക്തി ഒന്നും അല്ലാതായി തീരുകയും അവർക്ക് ഈ സ്പേസ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ് പിന്നീട് സൈലൻസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം അത് എനിക്ക് സാഹിത്യ മേഖലയിലും വലിയ തോതിൽ ഇങ്ങനത്തെ അബ്യൂസുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലയിലും ഉണ്ട്. അതേപോലെ തന്നെ ഈ സോക്കോൾഡ് സാഹിത്യ മേഖലയിലും ഇത്തരം പ്രവണതകൾ ഉണ്ട്. അത് ഭാവിയിൽ പതിയെ തുറന്നു കാണിക്കപ്പെടും. തീർച്ചയായിട്ടും ആദി, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് മനോഹരമായ ഒരു സംഭാഷണം ഞങ്ങൾക്ക് തന്നതിൽ. ആദ്യം ഉറപ്പായിട്ടും നിരവധി അവാർഡുകൾ വാങ്ങുകയും നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടി ഉറപ്പായിട്ടും മലയാള ഭാഷയുടെ അഭിമാനകരമായിട്ട് തന്നെ ഓരോ മലയാളിക്കും പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ എത്തുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം അതിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ, ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.